ഒരിക്കലെങ്കിലും പാസ്പോർട്ടും വിസയും ഇല്ലാതെ ലോകം ചുറ്റിവരാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഒന്ന് ചുറ്റി വന്നാലോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ദ ബർത്ത് പ്ലേസ് ഓഫ് ഹ്യൂമാനിറ്റി ആഫ്രിക്കയിലാണ്. 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപേ നമ്മളുടെ പൂർവികരായ ഹോമോസാപ്പിയൻസ് ജീവിച്ചിരുന്ന ഭൂമിയാണിത്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറയുള്ളത്. ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ 31% സഹാറയാണ്. ഇതേ ആഫ്രിക്കയുടെ മറ്റൊരു കോണിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ സ്റ്റാൻഡിംഗ് മൗണ്ടനായ കിളിമഞ്ചാരോ സ്ഥിതി ചെയ്യുന്നു. ഈ കിളിമഞ്ചാരോ ഒരു ഡോർമൻ വോൾക്കാനോ ആണ്. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ വിക്ടോറിയ ഫാൾസ് എന്ന കൂറ്റൻ ഫാൾസും ആഫ്രിക്കയിലാണ്. ചിമ്പാൻസികളും ഗൊറില്ലകളും ജിറാഫുകളും ആഫ്രിക്കൻ കാടുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. മനുഷ്യരാശിക്കെന്നും കൗതുകമുണർത്തുന്ന പിരമിഡുകളുടെ നാട്, സംസ്കാരത്തിന്റെ വിളനിളം ഈജിപ്ത്. ഈ ഈജിപ്തിന്റെ ജീവനാഡിയാണ് ലോകത്തിലെ നീളം കൂടിയ നദിയായ നൈൽ റിവർ. ഈ നൈൽ നദിയിലൂടെ ഒരു തോണി തുഴഞ്ഞ് നമ്മളിതാ നേരെ ദ ബർത്ത് പ്ലേസ് ഓഫ് ഡെമോക്രസി ആൻഡ് റിനൈസൻസ് യൂറോപ്പിൽ എത്തിയിരിക്കുന്നു. ഒളിമ്പിക് ഗെയിംസ് ആദ്യമായി തുടങ്ങിയ പുരാതന നഗരമായ ഗ്രീസ്, ഒലിവിളകളുടെയും ഫിലോസഫിയുടെയും നാട്. ഇറ്റലി, ആകാശം മുട്ടി ചെരിഞ്ഞു നിൽക്കുന്ന പിസ്സ ഗോപുരത്തിന്റെ കീഴിൽ ഡാവിഞ്ചി എന്ന മഹാചിത്രകാരനും മൈക്കൽ ആഞ്ചലോ എന്ന മഹാശില്പിയും കലാലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഫ്രാൻസ്, വിപ്ലവങ്ങളുടെ ഈറ്റില്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ പിറന്ന നാട്. ഈഫൽ ടവറിന്റെ തലയെടുപ്പിൽ ലോകത്തിന്റെ ട്രെൻഡ് സെറ്ററായി വാഴുന്ന പാരീസ്. ജർമ്മനി, അഡോൾഫ് ഹിറ്റ്ലർ എന്ന ലോകം കണ്ട ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതി അടക്കി വാണ മണ്ണ്. ആഡംബര വാഹനങ്ങളുടെ നാട്, ബെൻസും ഓഡിയും BMW വാഴുന്ന മാർക്കറ്റ്. യുണൈറ്റഡ് കിങ്ഡം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, ഷേക്സ്പിയറിന്റെയും വേർഡ്സ്വർത്തിന്റെയും വിക്ടോറിയൻ സ്വപ്നഭൂമി. ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ ലോകത്തിന്റെ ഗതി മാറ്റിമറിച്ച ഡിസ്കവറീസ്. Now we travel north to the lands of midnight sun, Scandinavia. In Norway, icy fjords and shimmering northern lights paint the skies. In Sweden, the Nobel Prizes celebrate human brilliance every year. Denmark, with its bicycles and fairy tales, teaches the world about happiness and sustainability. And beyond them, Finland's 1,000 lakes and Iceland's fiery volcanoes show how nature and people can live in harmony. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്നും വീണ്ടും നമുക്ക് യൂറോപ്പിലേക്ക് തിരിച്ചെത്താം. ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് യൂറോപ്പ്, ഉക്രൈൻ. കാർഷിക ഭൂമിയിൽ നിന്നും നേരെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിലേക്കാകാം അടുത്ത യാത്ര, റഷ്യ. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രോസ് സ്ഥിതി ചെയ്യുന്ന റഷ്യ. ലോകത്തിലെ 20% ശുദ്ധജലവും റഷ്യയിലെ ലേക്ക് ബൈക്കലിലാണ്. ഒരു കാലത്ത് സ്പേസ് സയൻസിലെ അതികായന്മാർ ടോൾസ്റ്റോയും ദസ്തോവസ്കിയും കഥകൾ എഴുതിയ നാട്. ഈ റഷ്യയിൽ നിന്നും ഒരടി അകലെ ലോകത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന കോണ്ടിനെന്റ് സ്ഥിതി ചെയ്യുന്നു, ഏഷ്യ. സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായ വെസ്റ്റ് ഏഷ്യ. ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ, ഇസ്രായേൽ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭൂമി നഗരങ്ങളുടെയും ലിപികളുടെയും എബ്രഹാമിക് മതങ്ങളുടെയും ജന്മഭൂമിയാകുന്നു. Central Asia, the Silk Route heartland, the crossroad of empires and trade, from the dazzling blue domes of Samarkand to the endless Kazakh steppes. This is the land where caravans once carried silk and stories across the continents. സെൻട്രൽ ഏഷ്യൻ മരുഭൂമികളിലൂടെ ഈസ്റ്റ് ഏഷ്യയിലേക്ക് അടുത്ത യാത്രയാകാം. ദ ലാൻഡ് ഓഫ് ഡൈനാസ്റ്റീസ്, ഡിസിപ്ലിൻ ആൻഡ് ഡിജിറ്റൽ ഡ്രീംസ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, 21,000 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ മെയ്ഡ് കൺസ്ട്രക്ഷൻ. ദ ടെക്നോളജിക്കൽ പവർ ഹൗസ്, സൗത്ത് കൊറിയ. സാംസങ്ങിന്റെയും സ്കിൻ കെയറിന്റെയും K-പോപ്പിന്റെയും നാടാണ് സൗത്ത് കൊറിയ. ഗവേഷണങ്ങളുടെ, പരാജയങ്ങളുടെ, ഉയർത്തെഴുന്നേൽപ്പുകളുടെ ഭൂമി. മൗണ്ട് ഫുജി പോലെ എന്നും തലയെടുപ്പോടെ ലോകശക്തികളോട് എതിരിട്ട് ഭൂചലനങ്ങളോടും സുനാമികളോടും മല്ലിട്ട് ദ ഫീനിസ് ബെഡ് എമംഗ് കൺട്രീസ്, ജപ്പാൻ. വൈവിധ്യങ്ങളുടെ ഹൃദയഭൂമിയാണ് സൗത്ത് ഏഷ്യ. ഈ ഭൂമിക്ക് കോട്ട കെട്ടി നിൽക്കുന്ന ദ മൈറ്റി ഹിമാലയാസ്,
ആ പർവ്വതനിരകളുടെ മടിത്തട്ടിൽ ഇന്ത്യ, ദ ലാർജസ്റ്റ് ഡെമോക്രസി വിത്ത് ദ യങ്ങസ്റ്റ് പോപ്പുലേഷൻ, ഗംഗയും ബ്രഹ്മപുത്രയും കാവേരിയും ഒഴുകുന്ന മണ്ണ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആപ്തവാക്യമാക്കിയ ഇന്ത്യ, ലോകത്തിന്റെ മേൽക്കൂരയായ മൗണ്ട് എവറസ്റ്റ് താങ്ങി നിർത്തുന്ന നേപ്പാൾ, ബുദ്ധിസത്തിന്റെ ഭൂമിയായ ശ്രീലങ്ക, റോയൽ ബംഗാൾ ടൈഗേഴ്സ് അഴകോടെ അടക്കി വാഴുന്ന ബംഗ്ലാദേശ്. ഇതാണ് സൗത്ത് ഏഷ്യ. ഇനി ഇന്ത്യക്കാർ ഏറ്റവും അധികം മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു രാജ്യം സ്ഥിതി ചെയ്യുന്ന കോണ്ടിനെന്റിലേക്കായാലോ? അടുത്ത യാത്ര നോർത്ത് അമേരിക്ക. എ കോണ്ടിനെന്റ് വെയർ നേച്ചേഴ്സ് ഗ്രാൻഡ്യൂർ മീറ്റ്സ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ രാജ്യമുള്ളത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, nature's wonders like the Grand Canyon, Rocky Mountains, Mississippi River, and Great Plains blend with human imagination, from the Hollywood dreams to Silicon Valley to NASA's stars. To the north lies Canada. Under the shimmering northern lights, the second largest country in the world shares the natural wonder Niagara Falls with United States of America. Canada is a home to 20% of fresh water in the world. മായൻ സംസ്കാരത്തിന്റെ ചിറ്റാൻ ഇസ സ്ഥിതി ചെയ്യുന്ന ഗോറില്ല വാർഫെയറിന്റെ നാട് കൂടിയായ മെക്സിക്കോയും നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാകുന്നു. ദ ഗ്രീൻ കോണ്ടിനെന്റ്, നോർത്ത് അമേരിക്കയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സൗത്ത് അമേരിക്ക. ഹൈ ഇൻ ദ ആൻഡീസ്, പെറു hides the lost city of Machu Picchu, a stone memory of the Inca Peru. In Brazil lies the Amazon rainforest, ഭൂമിയുടെ ശ്വാസകോശം. ആമസോൺ നദിയാകട്ടെ 7 നദികൾക്കാവുന്നത്ര ജലം വഹിച്ചൊഴുകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമായ ദ കാർണിവൽ നടക്കുന്ന ബ്രസീൽ. ഫുട്ബോൾ രംഗത്തെ കിരീടം ചൂടിയ മന്നന്മാർ. 5 ഫിഫ വേൾഡ് കപ്പുകൾ. പ്രൊഡ്യൂസ്ഡ് ദ ലെജൻഡ്സ് ലൈക്ക് പെലെ, റൊണാൾഡോ ആൻഡ് കിക്ക. ബ്രസീലിനപ്പുറം ലോകത്തിലെ ഏറ്റവും വരണ്ട ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ചിലെ, അറ്റക്കാമ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്ന ചിലെ. കാൽപന്തു കളിയുടെ മണ്ണ്. ടാങ്കോയുടെ ആവേശം ഓരോ മണൽത്തരിയിലും നിറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യം. ഫുട്ബോളിന്റെ മിഷിഹായുടെ, ലയണൽ മെസ്സിയുടെ സ്വന്തം അർജന്റീന. ഏഞ്ചൽ ഫാൾസ് സ്ഥിതി ചെയ്യുന്ന വെനസ്വേലയും പരഗ്വായ്, ഉറുഗ്വായ്, ബൊളീവിയ എന്നീ രാജ്യങ്ങളും ഈ കോണ്ടിനെന്റിന്റെ ഭാഗമാകുന്നു. ഇനി സൗത്ത് അമേരിക്കയിൽ നിന്നും ഡ്രേക്ക് പാസേജ് വഴി നമുക്ക് തണുത്ത ഭൂഖണ്ഡത്തിലേക്കാകാം അടുത്ത യാത്ര. എ ലാൻഡ് അൺടച്ച്ഡ് ബൈ ടൈം. ഹിയർ ഈസ് അന്റാർട്ടിക്ക. മനുഷ്യവാസമില്ലാത്ത, കാടോ നഗരമോ ഇല്ലാത്ത വെളുത്ത മരുഭൂമി. ഈ അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്ന സദേൺ ഹെമിസ്ഫിയറിൽ മറ്റൊരാൾ കൂടിയുണ്ട്, ദ ഓൺലി കൺട്രി കോണ്ടിനെന്റ്. ഓഷനുകളുടെ നടുവിൽ ഒറ്റയ്ക്ക് ഒരു രാജ്യവും ഭൂഖണ്ഡവുമായ ഓസ്ട്രേലിയ. കങ്കാരുക്കളും കൊയിലകളും പ്ലാന്റിപ്പസുകളും പോലെ ലോകത്ത് മറ്റൊരിടത്തും കാണപ്പെടാത്ത ജന്തുവൈവിധ്യമുള്ള നാട്. ലോകത്തെ ലാർജസ്റ്റ് ലിവിംഗ് സ്ട്രക്ചറായ ദ ഗ്രേറ്റ് ബാരിയർ റീഫ്, വിച്ച് is visible from the space, is situated in Australia. From Africa's cradle of humanity to Antarctica's cradle of silence, our world is vast, beautiful and connected. The journey around Earth ends here, but the journey to protect it has just begun.